ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദിയേഴ്സ് 111ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന 3 മാനിഫെസ്റ്റേഷൻ പ്രേയേഴ്സ് ഒപ്പം ഒരു ഹീലിംഗ് പ്രാക്ടീസ്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന അവസരങ്ങളിലാണെങ്കിലും അല്ലാതെയും നമ്മളുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾക്ക് സ്മൂത്തായിട്ട് പോകുന്ന നമ്മുടെ ലൈഫിലേക്ക് വില്ലനായിട്ട് വരുന്ന ഒന്നാണ് നമ്മളുടെ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും ഇമോഷൻസും ഒക്കെ. അപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ കമൻസുകളിലൊക്കെ വരാറുണ്ട്, നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ ഹീലിംഗ് നടത്താം, ലൈഫിൽ സങ്കടങ്ങൾ വരുന്ന കാരണം മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല, അതിനൊരു സൊല്യൂഷൻ പറയൂ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു പ്രാക്ടീസ് ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ലൈഫിനെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണിത്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കണം, കാരണം ഇതൊരു കമ്പൈൻഡ് പ്രാക്ടീസാണ്. പ്രയറും ഉണ്ട്, ഒപ്പം ഒരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് കൂടിയുണ്ട്. അപ്പോൾ ആദ്യം പ്രാക്ടീസ് പറയാം. എല്ലാവർക്കും ലൈഫിൽ പല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കയറാറുണ്ട് അല്ലേ. പലപ്പോഴും സങ്കടങ്ങൾ വരാം, ദേഷ്യം വരാം, ഫ്രസ്ട്രേഷൻസ് വരാം, വെറുപ്പ് തോന്നാം, ഒരാളോട് വഴക്കിടാനൊക്കെ തോന്നും അല്ലേ. അയാളുടെ അവസ്ഥ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലതരത്തിൽ വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത്തരം നെഗറ്റീവ് അവസ്ഥകളെ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് മറികടക്കാൻ പറ്റിയ ഒരു യൂസ്ഫുൾ പ്രാക്ടീസാണ് ഇന്നത്തെ ഈ പറയുന്നത്. നമുക്കിപ്പോൾ പലപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പ്രാക്ടീസ് കൂടിയായിരിക്കും. എന്തൊരു ബാഡായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും അപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുക. അതിൽ നിങ്ങളിപ്പോൾ അലട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ഉള്ളിലെ അതേ ഇമോഷനോടുകൂടിയും അത്രയും തീവ്രതയോടുകൂടിയും നിങ്ങൾ ആ പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ദേഷ്യമുണ്ട് എങ്കിൽ, ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അയാളത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ഉണ്ടായത് അങ്ങനെ മാറ്റാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള വിശദീകരണം കൊടുത്ത് അത് ആ പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ സങ്കടമാണെങ്കിലും ആ സങ്കടം എന്താണ്, എങ്ങനെ ഉണ്ടായി, ആരെന്ത് പറഞ്ഞു, എങ്ങനെ വന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കുക. എത്ര നിങ്ങളുടെ മനസ്സ് പറയുന്ന വാക്കുകളിലൂടെ നിങ്ങൾക്കത് സ്ക്രിപ്റ്റ് ചെയ്ത് വയ്ക്കുക. ദേഷ്യമാണെങ്കിൽ എഴുതാം, സങ്കടമാണെങ്കിൽ എഴുതാം. ഇനി നിങ്ങൾക്കൊരാളോട് 4 തെറി പറയണമെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. അപ്പോൾ പറയുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾക്കത് എഴുതി വയ്ക്കാം. അപ്പോൾ പറഞ്ഞതിനെ കൂടുതൽ വഷളാക്കാതെ നമ്മൾക്കത് സ്ക്രിപ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് അതിൽ നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്, ഒരു ഗിൽറ്റുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ട്, ഇങ്ങനെ എന്ത് തരം നെഗറ്റീവ് ഇമോഷൻസും അല്ലേ. നെഗറ്റീവ് ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വളരെ നെഗറ്റീവായിട്ടൊരു വൈബ്രേഷൻ ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതൊരിക്കലും നമുക്ക് നല്ല ഗുണങ്ങളൊന്നും തരില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് വയ്ക്കുക. ഏത് സംഭവമാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളുടെ ഇമോഷനെ അതേപോലെ എഴുതി വയ്ക്കുക. എത്രത്തോളം നിങ്ങൾക്കതിനെ എഴുതി 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 അതിനെ പൂർത്തിയാക്കാൻ പറ്റുമോ അത്രത്തോളം എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പറിനെ നമുക്ക് നമ്മളുടെ നെഗറ്റീവ് ഇമോഷനായിട്ട് സങ്കല്പിക്കാം. നമ്മളുടെ ഉള്ളിൽ നിന്നും ഇറക്കി വെച്ച നെഗറ്റീവ് ഇമോഷനാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് ലൈഫിൽ കൂടെ കൂട്ടേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് എന്നേക്കുമായി ഇതിനെ ഉപേക്ഷിച്ച് കളയുന്നു എന്നൊരു സിംബോളിക്കായിട്ട് ഒന്നുകിൽ നമുക്കതിനെ പല കഷ്ണങ്ങളായിട്ട് കീറി നിങ്ങൾക്ക് വേസ്റ്റ് ബിന്നിലോ മറ്റോ ഡംപ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്കിത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റൊക്കെ കത്തിക്കുന്ന കൂട്ടത്തിൽ ഇതിനെ ഇട്ട് കത്തിച്ചും കളയാം. അപ്പോൾ നശിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ മനസ്സിൽ, അതായത് നിങ്ങളുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മനസ്സിൽ ഈ ഒരു കാര്യം കൂടെ പറയുക: ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും, എനിക്ക് ഉപകാരമില്ലാത്ത എല്ലാ വികാരങ്ങളെയും ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് നൽകിയതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇത് പറയുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിംഗ് അവിടെ എന്താണ്, ആ ഒരു ഫീലിങ്ങിനെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതേപടി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും.
അല്ലെ? നമ്മളിവിടെ നെഗറ്റീവ് ഇമോഷനുകളിൽ നിന്നും നമ്മൾ ഈ ഒരു കാര്യത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. യൂണിവേഴ്സിനോട് തിരിച്ചറിവുണ്ടായതിനുള്ള നന്ദി പറഞ്ഞാണ് നമ്മൾ ആ പ്രാക്ടീസ് എൻഡ് ചെയ്യിപ്പിച്ചത്. നമ്മളവിടെ എനർജിയെ ഹയർ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായാലും, ഒരു ട്രബിളിലൂടെ നിങ്ങൾ കടന്നു പോയാലും, നിങ്ങൾക്കതിനെ ഇമോഷണലി ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ തോന്നുവാണെങ്കിൽ ഉറപ്പായും ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. ഒരുപാട് പേർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അപ്പം ഇതറിയാത്തവരാണ് എങ്കിൽ ഉറപ്പായും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കാം. നല്ലൊരു റിലീഫ് ഉണ്ടാകും മൈൻഡിന്. മാത്രമല്ല നമ്മളുടെ മനസ്സ് കൂടുതൽ പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ഇനി പറയുന്നത് പ്രയറാണ്. ലൈഫിൽ നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആക്കാൻ കഴിയുന്ന ഒരു 3 മാനിഫെസ്റ്റേഷൻ പ്രയറാണിത്. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നവരല്ലെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താം. കാരണം ഈ പ്രയർ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നല്ല രീതിയിൽ നമ്മൾക്കൊരു ഇന്നർ ഷിഫ്റ്റ് കൊണ്ടുവരാൻ, നല്ല രീതിയിൽ ഒന്ന് ചേഞ്ച് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിലീസ് പ്രയർ ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇങ്ങനെ പറയാം: ഡിയർ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗോഡ്, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പറയാം. എല്ലാം എങ്ങനെ നടക്കണം എന്ന് നിയന്ത്രിക്കാൻ ഞാനിനി ശ്രമിക്കുന്നില്ല. എനിക്ക് വേണ്ടിയുള്ളത് ശരിയായ സമയത്ത് എന്നിലേക്ക് തീർച്ചയായും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിയർ യൂണിവേഴ്സ്, എല്ലാം എങ്ങനെ നടക്കണം എന്ന് ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് വേണ്ടിയുള്ളത് ശരിയായ സമയത്ത് എന്നിലേക്ക് തീർച്ചയായും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും ഒരു ഫ്ലോയിലേക്ക് ഷിഫ്റ്റ് ആക്കും. നമുക്ക് ഏതൊരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനും ശരിയായ ഫ്ലോയിലേക്ക് കൊണ്ടെത്തിക്കാനും മനസ്സിനെ അതിനനുസരിച്ച് തയ്യാറാക്കി മാറ്റാനും ഒക്കെ ഈ ഒരു പ്രെയർ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തേത് അലൈൻമെന്റ് പ്രെയർ ആണ്. അലൈൻമെന്റ് പ്രെയർ എന്താന്ന് വെച്ചാൽ, പ്രെയർ ഇങ്ങനെയാണ്: ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനും അതിനെ നിലനിർത്താനും തയ്യാറായ ഒരു വ്യക്തിയായി എന്നെ രൂപപ്പെടുത്തൂ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കുവാനും അതിനെ നിലനിർത്താനും തയ്യാറായ ഒരു വ്യക്തിയായി എന്നെ രൂപപ്പെടുത്തും. യൂണിവേഴ്സുമായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളുമായും ഒക്കെ നമ്മളൊരു ശരിയായ പാതയിലേക്ക് എത്താൻ ഒരു പെർഫെക്റ്റ് അലൈൻമെന്റ്, അല്ലെ? അലൈൻമെന്റ് ആണ് ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത്. നമ്മളും യൂണിവേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളുമായിട്ട് നേർപാതയിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രെയറാണ് ഈ പറഞ്ഞ അലൈൻമെന്റ് പ്രെയർ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് സറണ്ടർ പ്രെയർ എന്ന് പറയാം. സറണ്ടർ പ്രെയർ എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് പറയുന്നത് പോലെ തന്നെ പ്രെയർ ഇങ്ങനെയാണ്: എന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കാത്തതിനെ എല്ലാം, അതിപ്പോ എന്റെ തെറ്റായ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി, എന്നിൽ നിന്നും നീക്കം ചെയ്ത് ഞാൻ ആഗ്രഹിച്ചതിലും മികച്ചതിനെ സ്വീകരിക്കാൻ എന്നെ തയ്യാറാക്കൂ. എന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കാത്തതിനെ എല്ലാം എന്നിൽ നിന്നും എന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കാത്തതിനെ എല്ലാം അതെന്റെ തെറ്റായ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്നിൽ നിന്നും നീക്കം ചെയ്ത് ഞാൻ ആഗ്രഹിച്ചതിലും മികച്ചതിനെ സ്വീകരിക്കാൻ എന്നെ തയ്യാറാക്കൂ. അപ്പോ ഇത് മൂന്നുമാണ് ആ പ്രെയർ. മാനിഫെസ്റ്റേഷന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന 3 പവർഫുൾ പ്രെയേഴ്സ് ആണിത്. മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും ലൈഫിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്കിത് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ പറയാം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പും പറയാം. നിങ്ങളുടെ ഡെയിലി പ്രെയർ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രെയറിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. ഇനി എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു പ്രെയർ പറയാവുന്നതാണ്. കാരണം നമ്മളുടെ എനർജിയെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റാൻ ഈ പ്രേയേഴ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രാക്ടീസും. ഒപ്പം തന്നെ ഈ 3 പ്രേയറും ലൈഫിൽ പല പ്രതിസന്ധികളെയും ഏറ്റവും മികച്ച രീതിയിൽ ഓവർകം ചെയ്യാനും നല്ല കാര്യങ്ങളെ ഒക്കെ ജീവിതത്തിൽ അനായാസം കൊണ്ടുവരാനും, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ബ്ലോക്സ് ഒക്കെ മാറ്റി അത് ഫാസ്റ്റ് ആക്കി കൊണ്ടുവരാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.